നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഇപ്പോൾ സംഘികളുടെ പ്രിയപുത്രൻ. പാണ്ടിക്കാട് കുഞ്ഞാനെ പിന്തുണച്ചുകൊണ്ട് നിരവധി സംഘികളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. കേരളത്തിൽ മാത്രമല്ല, പാൻ ഇന്ത്യൻ ലെവലിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ മാറി എന്നുള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാണ്ടിക്കാട് കുഞ്ഞാൻ കാശ്മീരിലും മറ്റുമൊക്കെ യാത്ര പോയ സമയത്ത് അവിടെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അപ്ലോഡ് ചെയ്തു. നമ്മുടെ ഇന്ത്യൻ ആർമിയെ സല്യൂട്ട് ചെയ്യുന്നു, ഇന്ത്യൻ ഫ്ലാഗിനെ മുത്തം വയ്ക്കുന്നു. അങ്ങനെ ഭയങ്കര ദേശസ്നേഹം പാണ്ടിക്കാട് കുഞ്ഞാൻ അതിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത്, പാണ്ടിക്കാട് കുഞ്ഞാനെ സംബന്ധിച്ചിടത്തോളം പാണ്ടിക്കാട് കുഞ്ഞാൻ അവിടെ യാത്ര ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജ്യത്തോടുള്ള ദേശസ്നേഹം മൂത്ത് അങ്ങോട്ടേക്ക് പോയതൊന്നുമല്ല. നോക്കൂ, നമ്മുടെ രാജ്യം കാക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ കാണുമ്പോഴും അതോടൊപ്പം ദേശീയ പതാക കാണുന്ന സമയത്ത് മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല ദേശസ്നേഹമെന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം മുതലേ ഇന്ത്യക്കാരാണ്, അവസാനം വരെയും ഇന്ത്യക്കാരാണ്. അത്തരത്തിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യൻ്റെയും അവസാന നിമിഷം വരെ അവൻ്റെ ഹൃദയത്തിൽ ആ രാജ്യത്തോടുള്ള സ്നേഹം എന്നും ഉണ്ടാകണം. നമ്മുടെ ദേശസ്നേഹം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ മാത്രമുള്ളതാവരുത്. അത് നമ്മുടെ ശ്വാസമായിരിക്കണം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരമായിരിക്കണം. എന്തായാലും അതുപോട്ടെ, ഇപ്പോൾ വിഷയം അതല്ല. പാണ്ടിക്കാട് കുഞ്ഞാൻ ദേശസ്നേഹമൂത്ത് വീഡിയോയിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞത് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നും അതിൻ്റെ പേരിൽ പാണ്ടിക്കാട് കുഞ്ഞാനെ ചില ആളുകൾ സംഘി എന്ന് വിളിച്ചു എന്നൊക്കെയുള്ളതാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഇപ്പോഴത്തെ പരാതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാണ്ടിക്കാട് കുഞ്ഞാന് പിന്തുണയുമായി നിരവധി സംഘികളാണ് മുന്നോട്ട് വരുന്നത്. സംഘികളെ സംബന്ധിച്ചിടത്തോളം അവർ മാത്രമാണല്ലോ ഇവിടുത്തെ രാജ്യസ്നേഹികളും ദേശസ്നേഹികളുമൊക്കെ. ബാക്കിയുള്ളവരൊക്കെ ദേശസ്നേഹികളൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഇവന്മാർ മുസ്ലിമീങ്ങളെ നോക്കി നീയൊക്കെ പാകിസ്ഥാനിൽ പോടാ എന്നൊക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു പരാതി നമുക്കൊന്ന് കേൾക്കാം. മലയാളെ മാനം കടത്താൻ വേണ്ടി കുറച്ച് ഉസുറും പുളിയില്ലാത്ത മലയാളികളുണ്ട്, കുറച്ച് ആൾക്കാർ. ഞാൻ ആ വാഗാ ബോർഡറിൽ പോയി കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഞാനതിൽ പറഞ്ഞു, പിന്നെ ഭാരത് മാതാക്കി ഭാരത് മാതാക്കി. അത് നമ്മൾ പറഞ്ഞ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് ഇങ്ങനെ പറയാണ്, എല്ലാ ആൾക്കാരും. കാരണം ആയിരക്കണക്കിന് 10,000 ജനങ്ങളാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. നിങ്ങളൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ? അത് പറഞ്ഞപ്പോൾ ഞാൻ സംഖ്യാക്കിക്കുക, ഉസുറും പുളി മാന. ഞാൻ ഇനിയും പറയും, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എപ്പോഴും പറയും ഭാരത് മാതാക്കി ജയ് ഹിന്ദ്. ഇത് എപ്പോഴും ഞാൻ പറയും. അതിൻ്റെ അടിയിൽ വന്നുകാണ്ട് ഇങ്ങനത്തെ കുണച്ച നിങ്ങൾ ഇങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ പട്ടാളക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പട്ടാളക്കാരാണ് പറയുന്നത്. ഓലെ നമുക്കൊക്കെ കാവൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി പോണ നേരെ കാർഗിൽക്കാണ്. അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുനോക്കി. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോവും. ഞമ്മക്കും വേണ്ടിയിട്ട് നമ്മൾ പെരയിൽ 4 നേരം നന്നുന്നുണ്ടല്ലോ. ഞമ്മക്കിവിടെ കാവലാരാ നിൽക്കുന്നത്? ഇന്ത്യൻ ആർമിയാണ് കാവൽ നിൽക്കുന്നത്. ആ ഒരു ബോധം എല്ലാ ഈ തെറി പറഞ്ഞ ഉസുറും പുളി മാനവസ്ഥാനമില്ലാത്തവർക്ക് വേണം കേട്ടോ. ഇതിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ അവസാനത്തെ ആ വാക്കുകൾ അത് ഇന്ത്യയിലെ ഒരു ജനതയ്ക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിൻ്റെ കാരണക്കാർ അത് ഇന്ത്യൻ ആർമി തന്നെയാണ്. നമ്മളിവിടെ സുഖവാസത്തോടു കൂടി ഉറങ്ങുമ്പോൾ നമ്മുടെ രാജ്യം കാക്കുന്ന യഥാർത്ഥ ഹീറോസായിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ കൊടും തണുപ്പിലും പ്രതികൂലമായ കാലാവസ്ഥയിലും സാഹചര്യത്തിലുമൊക്കെ അവർ നമ്മുടെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വാതോരാതെ പറഞ്ഞു പോകും. എന്നാൽ ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞാൻ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം, അഥവാ താൻ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചപ്പോൾ തന്നെ സംഖ്യയാക്കി എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ സംഖ്യയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത ആ വീഡിയോകൾക്ക് താഴെ നിരവധി സംഘികൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഇവന്മാരെല്ലാവരും ഇങ്ങനെയാണ്, ജിഹാദികളാണ്, തീവ്രവാദികളാണ് എന്നൊക്കെയുള്ള നിരവധി കമൻറ്റുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചതുകൊണ്ട് ഒരാളെ സംഘി ചാപ്പ കുത്തുന്നതിൽ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നമുക്കറിയാം, സംഘികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങിയ നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള അതിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് രാജ്യത്തോടുള്ള സ്നേഹം അവർ പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ലേബലിലുള്ള ഒരു മുദ്രാവാക്യമല്ല, അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല. നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തെ ഒരു അമ്മയായി സങ്കല്പിച്ച് ആ രാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിൽ ആ അവസ്ഥ മാറ്റിയത് ഈ സംഘികൾ തന്നെയാണ്.
സ്വാതന്ത്ര്യ സമരകാലത്ത് എല്ലാ വിഭാഗം ആളുകളും രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു പൊതുവികാരമായി ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യം ഇന്ന് സംഘികൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായി മാറുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം, രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നിരന്തരമായി സംഘികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ ഇവന്മാർ മുസ്ലിമീങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ നിർബന്ധിച്ച് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാം. പ്രത്യേകിച്ച് താടിയും തൊപ്പിയും ഒക്കെയുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ കാണുന്ന സമയത്താണ് ഇവന്മാർക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്തൊരു ദേശസ്നേഹമൊക്കെ മൂക്കുകയും പെട്ടെന്ന് ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നോക്കൂ, ഈ വീഡിയോ നിങ്ങളത് കണ്ടു നോക്കൂ. നോക്കൂ, ട്രെയിനിൽ തൊപ്പിയും താടിയുമുള്ള കുറച്ച് മുസ്ലിമീങ്ങളെ കണ്ട സമയത്ത് ആ വണ്ടിയിലുണ്ടായിരുന്ന സംഘികൾക്ക് പെട്ടെന്നങ്ങ് ദേശസ്നേഹം മൂത്ത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുകയാണ്. ഇത് ദേശസ്നേഹം കൊണ്ടൊന്നുമല്ല, നേരെ മറിച്ച് മുസ്ലിം വിഭാഗത്തോടുള്ള കടുത്ത വിരോധം കൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ലേശം ബുദ്ധിയും വിവേകമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. ദേശസ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതൊരു വ്യക്തിക്ക് തൻ്റെ മാതൃരാജ്യത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ബഹുമാനവുമാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഒരാളുടെ കഴുത്തിന് പിടിച്ചോ അല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തിയോ അല്ല വിളിപ്പിക്കേണ്ടത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടതില്ല. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ പോരാടി ജീവൻ വെടിഞ്ഞ പതിനായിരക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള നേതാക്കൾ അഖണ്ഡ ഇന്ത്യക്ക് വേണ്ടിയാണ് എന്നും നിലകൊണ്ടത്. 1947 രാജ്യം വിഭജിക്കപ്പെട്ട സമയത്ത് തങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകാമായിരുന്നിട്ടും ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങൾ ഇവിടെ ജനിച്ചു, ഇവിടെ തന്നെ ഞങ്ങൾ ജീവിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യയിൽ തുടരാൻ തീരുമാനിച്ചവരാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങളെ കൊണ്ടാണ് നിർബന്ധിച്ച് ഭാരത് മാതാ കി ജയ് എന്നൊക്കെ ഇവന്മാർ വിളിപ്പിക്കുന്നത്. നോക്കി, ഇതേ സമയത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു സംഘിയോട് ഭാരത് മാതാ കി ജയ് എന്ന് നിർബന്ധിച്ച് വിളിപ്പിച്ചാൽ പിന്നീട് എന്തായിരിക്കും അവസ്ഥ? ആ സംഖ്യ വിളിക്കുമോ? അവനൊരിക്കലും വിളിക്കില്ല. നീ ആരാണ് എന്നെക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിക്കാൻ? നിനക്ക് എന്താണ് അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ തിരിച്ചാക്രമിക്കും. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സംഖ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവന്മാർക്കും രാജ്യസ്നേഹം ഇല്ല എന്നുള്ളതാണ്. ഇനി നാഴേക്ക് 40 വട്ടം രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന മുസ്ലിമീങ്ങളെ പാകിസ്ഥാനിലേക്ക് പോടാ എന്നൊക്കെ നിരന്തരമായി വർഗീയതയും വിദ്വേഷവും ഒക്കെ പറയുന്ന ഈ സംഘികളെക്കുറിച്ചുള്ള കഴിഞ്ഞ കുറേ നാളത്തെ വാർത്തകൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. നിസ്സാര കാശിന് വേണ്ടി സ്വന്തം രാജ്യത്തിൻ്റെ രഹസ്യവിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ നിരവധി സംഘികളെയാണ്, അതിൽ BJP നേതാക്കളടക്കം നിരവധി പേരെയാണ് NIA പിടികൂടിയത്. ആ വാർത്തകളെക്കുറിച്ചൊക്കെ പറയാൻ നിന്നാൽ ഈ വീഡിയോയുടെ അവസാനിക്കില്ല. അത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവന്മാരാണ് മുസ്ലിമീങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ വീഡിയോ പൊക്കിപ്പിടിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന സംഘികളോട് പറയാനുള്ളത്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒന്നല്ല 1000 വട്ടം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കും. അതും ആരും നിർബന്ധിച്ച് വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അത് സ്വയം വിളിക്കാൻ അറിയാം.